ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീട്ടിലെ ചേരുവകളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐസ്ക്രീമാണ്. ചൂടൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചേർത്തെടുക്കുക. ഐസ്ക്രീമൊക്കെ ആയതുകൊണ്ട് നല്ല മധുരം വേണം. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചേർത്തെടുക്കുക. പിന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു 4 സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ടെടുക്കുക. അതൊന്ന് കട്ട കെട്ടാതെ പാല് ചേർത്ത് ഒന്ന് ഇളക്കുക. കട്ട കെട്ടാതെ തന്നെ ഇളക്കണം. നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചൂടായി വന്ന പാലിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഗോതമ്പ് പൊടിയൊക്കെ നല്ല ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പച്ചച്ചുവയൊക്കെ ഒന്ന് മാറാനാണ് ഗോതമ്പ് പൊടിൻ്റെ. അപ്പോൾ ഒരു 10 മിനിറ്റ് തന്നെ എടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായി കുറുക്കിയെടുക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുറുകി വന്നോളൂ. അപ്പോൾ ഈ കുറുകി വരുമ്പോൾ തീ ഓഫ് ചെയ്ത് വന്ന് തണുക്കാൻ വെക്കുക. അപ്പോൾ ഇത് ഇവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് ഒന്ന് നന്നായി അടിച്ചെടുക്കുക. ഒരു മിനിറ്റോളം അടിച്ചെടുക്കുക. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് വരും. അപ്പോൾ ഇതൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതൊരു ഐസ്ക്രീമിൻ്റെ പാത്രത്തിലോ ഒരു എയർ കിടക്കാതിരിക്കാനുള്ള വേറെ ഏതെങ്കിലും പാത്രത്തിലോ ഒന്ന് ഒഴിച്ച് വെക്കുക. ഒന്ന് ഫ്രീസറിൽ ഒരു 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കുക. ഒരു 2 മണിക്കൂറിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഇതുപോലെ എടുക്കുക. അപ്പോൾ ഏകദേശം ഇതുപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടി ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് തന്നെ ഒന്നുകൂടി നന്നായി അടിച്ചെടുക്കുക. അതേ പാത്രത്തിൽ തന്നെ ഒന്നും കൂടി ഒഴിച്ച് വെക്കുക. എന്നിട്ടൊരു 8 മണിക്കൂർ ഫ്രീസറിൽ വെക്കുക. എയർ അടക്കാതെ തന്നെ നന്നായി മൂടി വെക്കുക. പിന്നെ ഇത് 8 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്. നല്ല ക്രീമിയായി നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടും. പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ചൂടത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐസ്ക്രീമാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.